ഈ ബൈക്കിലെത്തിയ ആളെയും മറ്റു 2 പേരെയും കണ്ടാ തിരിച്ചറിയും എന്നല്ലേ പറഞ്ഞത്? അതെ സാർ. മാഷേ, സ്കൂളിന്റെ പരിസരത്ത് ഇത്തരം ഗ്യാങ്ങുകളെ കണ്ടാൽ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് മാഷക്കറിയില്ലേ? ശ്രദ്ധിക്കാറുണ്ട് സാർ. ഇതിപ്പോ പിന്നെ മാഷേ, ഇതൊന്നും പോലീസുകാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? ഇവരിന്നലെ ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു സാർ. പിന്നെ വീട്ടുകാരോട് ആലോചിക്കാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റില്ലല്ലോ, പെൺകുട്ടികളല്ലേ സാർ. സുരേഷ് സാറേ, ഇത് കഴിഞ്ഞ് ഇവരുടെ പരാതി ഒന്ന് നോക്കണേ. ബൈക്ക് മിസ്സിംഗ് കേസാ. ഇവൻ തന്നെയാണല്ലോ അല്ലേ? മാഷേ, നിങ്ങളൊന്ന് പുറത്തിരിക്കേ. എന്താ സാറേ, എന്താ പ്രശ്നം? ആരവൻ? എന്റെ പേരക്കുട്ടിയെ സാറേ. മനോജെ, അവൻ ആ റൂമിലേക്ക് ഇരുത്ത്. എത്ര പെട്ടെന്നാ വാദി പ്രതിയായത്. അയ്യോ, അവന്റെ കൂടെ വന്ന മുത്തച്ഛനെ സാറേ. അപ്പൊ പേരക്കുട്ടി ഈ റാക്കറ്റിന്റെ ഭാഗമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം? അയ്യോ ഇല്ല സാറേ, അവൻ അങ്ങനെയൊന്നും. പോലീസിന് വെട്ടിച്ച് കടന്നവന്മാരെയൊക്കെ ഇന്നലെ പിടിച്ചു. അവരുടെ ബാഗിലൊക്കെ ബ്രൗൺ ഷുഗർ ആയിരുന്നു. അവരോടിച്ചിരുന്ന വണ്ടി നിങ്ങളുടെ പേരക്കുട്ടി അരുണിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. വിത്ത് മൊബൈൽ ഫോൺ റെക്കോർഡ്സ്. പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോ ബൈക്ക് കളവ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി നാടകം. അതേതെങ്കിലും വക്കീലിന്റെ ബുദ്ധിയായിരിക്കില്ലേ? അയ്യോ, എനിക്കറിയില്ല സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. അവനെവിടെ? അവനെ റൂമിലിരുത്തിണ്ട് സാറേ. ശരി. സന്തോഷേ, വേണ്ട, ഇനി അടിച്ചവൻ ചത്തു. തന്ത്രത്തിൽ അവന് പരിശോധിക്കണം, വയലന്റ് ആവാതെ നോക്കണം, സൂക്ഷിച്ചു വേണം, എന്നിട്ട് മെഡിക്കൽ. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ അറിയാലോ സുരേഷിന്. സാറേ, ഞങ്ങളുടെ പരാതി ആ ഒരു ഏതത്തർക്കം ഒന്ന് പരിഹരിക്കും സാറേ. എന്റെ പൊന്ന് സാറ്, ഇയാളെ കൊണ്ട് അവിടെ ഓരോ പരാതികളും കേസുകളായിട്ട് ആകെ പുലുവാലായിട്ടാ നിൽക്കുന്നത് കേട്ടാ. നിങ്ങൾ അയൽവക്കക്കാരല്ലേ, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ? എന്താണ്? എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ സാറേ, ആ വഴിയിലൊന്നും നടക്കാൻ. എന്തായാലും നിങ്ങൾ അവിടെ ഇരിക്കേ, സാറ് വരട്ടെ.